നിങ്ങൾ നോക്കൂ, 40-50 വർഷമായിട്ട് ഈ സമൂഹത്തിന് വേണ്ടി ഈ സുകുമാരൻ നായരുടെ ടീമും ഇവരുടെ കോൺഗ്രസിന്റെ ടീമും, ഞാൻ ആരുടെയും പേര് ഉപയോഗിക്കുന്നില്ല, കോൺഗ്രസിന്റെ ടീം എന്നേ പറയുന്നുള്ളൂ, നേരത്തെ ഞാൻ പേരൊക്കെ പറയുന്നത്. ഇവരോട് ചേർന്ന് എന്താണ് ഈ സമുദായത്തിന് ചെയ്ത സംഭാവന? ഇപ്പൊ സതീശൻ ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ നായന്മാരുടെ ഗവൺമെന്റ്, അങ്ങനെയാണല്ലോ ഇവിടെ പുറത്ത് പറയുന്നത്. അംഗീകരിച്ചോ? വേണ്ട, ഇനി അടുത്ത ആളെ എടുക്കാം. നായന്മാരുടെ പേരും പറഞ്ഞുള്ള പറ്റിപ്പ് ഈ തരം ഞങ്ങൾ വളരെ ശക്തമായിട്ട് രംഗത്തുണ്ട്. അന്താരാഷ്ട്ര സമൂഹം ഉണർന്നിട്ടുണ്ട്. നായർ സമുദായം ഇത് പറ്റിക്കുവാണെന്നുള്ളത് ഞങ്ങൾ എന്തായാലും നിങ്ങൾ ഇന്ന് തന്നെ ഇന്റർവ്യൂ വെച്ച് വളരെ നന്നായില്ലേ, ഞങ്ങൾ ഇതല്ലാതെ പറയാനായിട്ട് ഇരുന്നതായിരുന്നു. വളരെ വേദന ഉണ്ടാക്കുന്നത്. പരിഗണിക്കുവാണെങ്കിൽ എല്ലാ സമുദായത്തിലും ഒരുപോലെ പരിഗണിക്കണ്ടേ? നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഉള്ള ഒരു അതിഥി പെരുമറ്റം രാധാകൃഷ്ണൻ. ആള് ചില്ലറക്കാരനൊന്നുമല്ല, നായർ ഐക്യവേദിയുടെ ചെയർമാനാണ്. കേരളമൊട്ടാകെ അറിയപ്പെടുന്ന, കേരളം മാത്രമല്ല നമ്മുടെ രാജ്യത്തും അല്ലെങ്കിൽ വിദേശത്തെ ഒക്കെ മലയാളികൾക്കിടയിലൊക്കെ അറിയപ്പെടുന്ന ഒരു സഹൃദയ വ്യക്തിത്വമാണ്. പക്ഷെ അദ്ദേഹത്തിന് ഇപ്പോൾ ചില നമ്മുടെ NSS കരയോഗത്തിൽ, NSS ആസ്ഥാനം പത്തനാപുരം, ഇവിടെയൊക്കെ നടക്കുന്ന ചില സംഭവ വികാസങ്ങളെ കുറിച്ച് വളരെ വ്യക്തമായ ചില നിലപാടുകൾ അറിയിക്കാനുണ്ട്. അപ്പൊ നമുക്ക് ചോദിക്കാം എന്തൊക്കെയാണ് ആ സംഭവിക്കുന്നതെന്ന്. സെക്രട്ടേറിയറ്റിലേക്ക് പോവുകയാണെങ്കിൽ കഴിഞ്ഞ 2 ദിവസമായിട്ട് പാവം നമ്മുടെ പെരുന്നയിലെ പോപ്പ് സുകുമാരൻ നായർ മുഖ്യമന്ത്രി VD സതീശന്റെ വാതിൽ മുട്ടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ആ വാതിൽ തുറക്കുന്നില്ല. ഒടുവിൽ അദ്ദേഹം ഇന്ന് ബജറ്റ് അവതരണത്തിനിടെ ക്ഷുഭിതനായി പറഞ്ഞു, ഇനി ഞാൻ അങ്ങോട്ട് പോകില്ല, സതീശൻ അഹങ്കാരിയാണെന്നൊക്കെ. ഇതേ സതീശനെ തിണ്ണ നിരങ്ങി എന്ന് വിളിച്ച മനുഷ്യനാണ് അല്ലെ ഇലക്ഷൻ സമയത്ത്. ശരിക്കും അത്തരം ഒരു അവസ്ഥ നമ്മളൊക്കെ മനസ്സിൽ കണ്ടതല്ലേ? ഈ മുഖ്യമന്ത്രി ആകുമ്പോൾ അദ്ദേഹത്തിന്റെ വാതിലിൽ ചെന്ന് കൊട്ടാൻ നിൽക്കും എന്നൊക്കെ. അല്ല, അതിനകത്തൊക്കെ നമ്മള് വസ്തുനിഷ്ഠമായിട്ട് ഇതിനെ വിലയിരുത്തണം. കാരണം കഴിഞ്ഞ കുറെ വർഷം കൊണ്ട് കോൺഗ്രസിന്റെ B ടീമായിരുന്നു NSS. ഈ ഗവൺമെന്റിന്റെ ലാസ്റ്റ് ഗവൺമെന്റിന്റെ പിണറായി സർക്കാരിന്റെ ഒരു പകുതി കഴിഞ്ഞതിന് ശേഷമാണ് ഈ 2ാം ഗവൺമെന്റിന്റെ കാലത്താണ് ഒരു ചെറിയ ലവ് ലൈൻ അവർ തമ്മിൽ ഉണ്ടാക്കിയത്. കഴിഞ്ഞ 10, 40, 50 വർഷമായിട്ട് ഈ സമൂഹത്തെ കാർന്ന് തിന്നുകൊണ്ടിരുന്ന ഒരു ക്യാൻസറാണ് NSS കോൺഗ്രസ് ഐക്യം എന്ന് പറയുന്നത്. നിങ്ങൾ നോക്കൂ, 40-50 വർഷമായിട്ട് ഈ സമൂഹത്തിന് വേണ്ടി ഈ സുകുമാരൻ നായരുടെ ടീമും ഇവരുടെ കോൺഗ്രസിന്റെ ടീമും, ഞാൻ ആരുടെയും പേര് ഉപയോഗിക്കുന്നില്ല, കോൺഗ്രസിന്റെ ടീം എന്നേ പറയുന്നുള്ളൂ, നേരത്തെ ഞാൻ പേരൊക്കെ പറയുന്നത്. ഇവരോട് ചേർന്ന് എന്താണ് ഈ സമുദായത്തിന് ചെയ്ത സംഭാവന? പറ നിങ്ങൾ. ഇവിടെ കോൺഗ്രസ് ഭരിച്ചു, എന്താണ് ഈ സമുദായം? വേണ്ട, ഇപ്പൊ ലേറ്റസ്റ്റ് ബഡ്ജറ്റ് നിങ്ങൾ നോക്കൂ. കേരളത്തിലെ നായർ സമുദായത്തിന് എന്ത് സംഭാവന കൊടുത്തു ഗവൺമെന്റ്? ഇതര സമുദായത്തിന്റെ കാര്യം നിങ്ങൾ നോക്കൂ. നിങ്ങൾ ഇന്നലെ നടത്തിയ ബഡ്ജറ്റിനെ പറ്റി എടുക്കൂ. എല്ലാവരും പറയുന്നു 5 കോൺഗ്രസ്സുകാര് അല്ല 5 നായന്മാര് മന്ത്രിമാരുണ്ട്, പ്രധാനപ്പെട്ട പോസ്റ്റുകളിൽ. നായന്മാർക്ക് എന്ത് ഔന്നത്യം അവരുണ്ടാക്കി കൊടുക്കുന്നേ? ഓരോ ഔന്നത്യവും നായന്മാർക്കുണ്ട്. നായരുടെ പേര് പോലും ഇവർ ഉപയോഗിക്കുന്നില്ല. ഇവർ ഉപയോഗിക്കുന്ന സമയം ഇലക്ഷൻ സമയത്ത് വീടുകളിൽ ചെന്ന് വോട്ട് പിടിക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് നായർ എന്നുള്ളത്. എന്നും ഈ സമുദായത്തിനോട് ക്രൂരമായിട്ടാണ് ഇവർ പെരുമാറിയിട്ടുള്ളത്. നോക്കൂ, ഇന്നലെ എന്താ കേരളത്തിൽ ചട്ടമ്പി സ്വാമികൾ ഇല്ലേ? കേരളത്തിന്റെ നവോത്ഥാനത്തിന് നേതൃത്വം കൊടുത്തത് ആരാണ്? വേദാധികാര നിരൂപണം എഴുതിയത് ആരാണ്? ഈ നാട്ടിൽ ജാതി മതം ഒന്നും നോക്കാൻ പാടില്ലടാ. റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്, എല്ലാവർക്കും വേദം പഠിക്കാൻ അവകാശമുണ്ടെന്ന് ആദ്യമായിട്ട് കേരളത്തിൽ പറഞ്ഞ ശ്രീനാരായണ ഗുരുദേവനെ കയ്യെ പിടിച്ചുകൊണ്ട് എന്റെ സഹോദരനാണെന്ന് പറഞ്ഞ കേരളത്തിൽ നടന്ന ആരാണ്? ചട്ടമ്പി സ്വാമികളാണ്. ഈ കഴിഞ്ഞ ഗവൺമെന്റോ ഈ ഗവൺമെന്റോ ഇപ്പൊ സതീശൻ ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ നായന്മാരുടെ ഗവൺമെന്റ്, അങ്ങനെയാണല്ലോ ഇവിടെ പുറത്ത് പറയുന്നത്. അംഗീകരിച്ചോ? വേണ്ട, ഇനി അടുത്ത ആളെ എടുക്കാം. ശ്രീ സുകുമാരൻ നായരുടെ ഇരിക്കുന്ന സ്ഥലത്ത് ലോകാരാധ്യനായ മന്നത്ത് പത്മനാഭൻ ഇതര സമുദായങ്ങളിൽപ്പെട്ട നമ്മുടെ സഹോദരങ്ങൾക്കും ക്ഷേത്രപ്രവേശനം നടത്തണമെന്നും പറഞ്ഞിട്ട് വൈക്കത്ത് നിന്നും തിരുവനന്തപുരം വരെ സവർണജാഥ നടത്തിയത് നമ്മുടെ ഇവിടുത്തെ ചില ഗൂക്കിളി നേതാക്കന്മാർ ഇപ്പം നടത്തുന്ന പോലെ സംവരണത്തിന് നടത്തിയ ജാഥയല്ല. ഞാൻ പറഞ്ഞത് ശ്രദ്ധിക്കണം. സംവരണത്തിന് വേണ്ടി നടത്തിയ ജാഥയല്ല നായന്മാർക്ക്. തന്റെ സഹോദരങ്ങളെ, ഈഴവരാതി പിന്നോക്ക വിഭാഗങ്ങളിൽപ്പെട്ട സഹോദരങ്ങളെയും കൂടെ ക്ഷേത്രങ്ങളിൽ പ്രവേശിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് 10,000ങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് വൈക്കത്ത് നിന്ന് തിരുവനന്തപുരത്ത് വരെ ജാഥ നടത്തിയ ലോകത്തെ ഏറ്റവും വലിയ സാമൂഹ്യ പ്രവർത്തകനായ ഭാരതകേസരി മന്നത്ത് പത്മനാഭന്റെ പേര് പരാമർശിച്ചുകൊണ്ട് ഇന്നത്തെ ഗവൺമെന്റ് ബഡ്ജറ്റിൽ എന്തെങ്കിലും പറഞ്ഞോ? സുകുമാരൻ നായർ ഒരു പ്രമേയം പാസ്സാക്കാൻ എന്തായിരുന്നു? ആരും മിണ്ടിയില്ലല്ലോ. അതിനർത്ഥം ഈ സമുദായത്തിനെ കഴിഞ്ഞ 50 വർഷമായിട്ട് അവരുമായി ചേർന്ന് കുഴിച്ചു മൂടിയ ഉത്തരവാദിത്വമാണ് യഥാർത്ഥത്തില്
ഇവർ ചെയ്തിട്ടുള്ളത്. NSS പ്ലസ് ഇപ്പൊ ഭരിക്കുന്നത്. സതീശൻ അതിനകത്ത് ഒരു ഏറ്റവും ഇളയ കക്ഷിയാണ്. സതീശൻ പയ്യനല്ലേ, ആരാണ്ട് മോഹൻലാൽ ഒരു സിനിമയിൽ പറയുന്നത്. മുഖ്യമന്ത്രി സതീശൻ അതിനകത്ത് ഇങ്ങേറ്റത്താണ്. മുഖ്യമന്ത്രി സതീശൻ അല്ല ഇതിനകത്ത് പ്രധാനമായിട്ട് വരുന്നത്. അങ്ങനെയാണെങ്കിൽ വേറെ ഇരിപ്പുണ്ടല്ലോ, തന്റെ അനന്തരവനോട് ഇരിപ്പുണ്ടായിരുന്നല്ലോ, തൊട്ടിപ്പുറത്ത് ആഭ്യന്തര വകുപ്പ് വഹിച്ചുകൊണ്ട് തന്റെ കീ പോസ്റ്റ് കൊടുക്കുന്ന. എന്തുകൊണ്ട് മിണ്ടിയില്ല? അപ്പൊ നായർ സമുദായത്തോട് ഒരിക്കലും ഈ ഗവൺമെന്റ് നീതി പുലർത്തത്തില്ല. അതിന് ഇനി സുകുമാരൻ നായർ പ്രതീക്ഷിക്കുകയും വേണ്ട. ഒരു നാണംകെട്ട വാർത്തയാണ് ഇന്ന് നമുക്ക് വന്നത്, ഇല്ലേ? NSS നേതൃത്വം തിരുവനന്തപുരത്ത് എന്ന് മുഖ്യമന്ത്രിയെ കാണാൻ വേണ്ടി 2 ദിവസം കാത്തു നിന്നെന്ന് പറഞ്ഞാൽ ഇതിൽ പരം ആരാണ്? NSS എന്ന് പറഞ്ഞാൽ നായർ എന്നാ പൊതുവുള്ളതാണ്. യഥാർത്ഥത്തിൽ അതാണ് ആ തട്ടിപ്പ് പുറത്തു വരുക. കേരളത്തിലെ ഗവൺമെന്റ് ഇപ്പൊ അറിയാം, കേരളത്തിലെ നായർ സമുദായം ആരുടെ കൂടെ ഇല്ല? NSSനോടൊപ്പം ഇല്ല. നായർ സർവീസ് സൊസൈറ്റി എന്ന് പറയുന്ന ഒരു കമ്പനിയാണ്. അതിനെപ്പറ്റി കേസും വഴക്കൊക്കെ ഹൈക്കോടതി നടക്കുന്നുണ്ട്. അതൊറ്റത്ത് നടക്കട്ടെ. ആ കമ്പനിയിൽ ഇപ്പോൾ നായന്മാരില്ല എന്നുള്ള കാര്യം ഗവൺമെന്റ് തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഞങ്ങൾ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഞങ്ങളുടെ നിലപാട് പറഞ്ഞതാണ്, സതീശ മുഖ്യമന്ത്രി ആവണേ. എന്താ കുഴപ്പം? എന്താ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഇപ്പൊ ഞങ്ങൾക്ക് ശക്തമായ പ്രതിഷേധമുണ്ട്. എന്താ പ്രതിഷേധം? അന്താരാഷ്ട്ര നായർ സമുദായത്തിന് തന്നെ പ്രതിഷേധമുണ്ട്. എന്താ പ്രതിഷേധം? എന്താ? ഇന്നലത്തെ ബഡ്ജറ്റിൽ നിങ്ങൾ ആലോചിച്ചാൽ മതി, നമ്മുടെ സഹോദര സമുദായത്തെ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടി ഏകദേശം 7 കോടിയോളം രൂപ അവർ വകയിരുത്തി കഴിഞ്ഞു, ഇല്ലേ? 100 രൂപ ഈ സമുദായത്തിന്റെ പേര്. സമുദായത്തിനൊന്നും കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞില്ല. മഹാനായ യോഗി വര്യനായ സ്വാമി വിവേകാനന്ദനെ ആദരിച്ച, ശ്രീനാരായണ ഗുരുദേവൻ ബഹുമാനിച്ച ചട്ടമ്പി സ്വാമികൾ, അതുപോലെ തന്നെ ഞാൻ മുന്നേ പറഞ്ഞ മന്നത്ത് പത്മനാഭൻ, ഇവരുടെ ഒന്നും പേരെന്താ ഗവൺമെന്റിന്റെ ബഡ്ജറ്റ് വരാതെ പോയത്? അത് മന്ത്രിമാർ 5 പേര് ഡെയിലി വേസിന് അവിടെ ജോലി ചെയ്യുന്നുണ്ട്, നായന്മാർ. ഈ ആളുകൾ പറയുമ്പോൾ ഞാൻ നീട്ടുവാ രാജേഷ്, തെറ്റിദ്ധരിക്കരുത്. ആളുകൾ നായന്മാരെല്ലാം നായന്മാര് മന്ത്രിയായതുകൊണ്ട് നായർക്ക് എന്താ ഗുണം? അത് ഡെയിലി വേജസിന് ജോലി ചെയ്തേയില്ലേ? എന്ന് വരെ മന്ത്രിയായിട്ടിരിക്കുന്ന ശമ്പളവും ആനുകൂല്യവും PA DA എല്ലാം കൊടുക്കും. അത് മാറ്റിക്കൊണ്ട് നമ്മുടെ നാടൻ ഭാഷ ഞാൻ ഉപയോഗിക്കുന്നത് ശരിയല്ല, ഇത് ഇങ്ങനെ പൊയ്ക്കോളും, അത്രയേ ഉള്ളൂ. നായന്മാരുടെ പേരും പറഞ്ഞുള്ള പറ്റിപ്പ് ഈ തരം ഞങ്ങൾ വളരെ ശക്തമായിട്ട് രംഗത്തുണ്ട്. അന്താരാഷ്ട്ര സമൂഹം ഉണർന്നിട്ടുണ്ട്. നായർ സമുദായം ഇത് പറ്റിക്കുവാണെന്നുള്ളത് ഞങ്ങൾ എന്തായാലും നിങ്ങൾ ഇന്ന് തന്നെ ഇന്റർവ്യൂ വെച്ചോ, വളരെ നന്നായില്ലേ? ഞങ്ങൾ ഇത് അല്ലാതെ പറയാനായിട്ട് ഇരുന്നതായിരുന്നു. വളരെ വേദന ഉണ്ടാക്കുന്നത്. പരിഗണിക്കുവാണെങ്കിൽ എല്ലാ സമുദായத்தைയും ഒരുപോലെ പരിഗണിക്കണ്ടേ? സാമുദായിക പരിഗണന കൊടുക്കുവാണെങ്കിൽ എല്ലാവർക്കും സമുദായത്തിന്റെ പരിഗണന കൊടുക്കണം, അല്ലെങ്കിൽ എല്ലാവരെയും തുല്യരായിട്ട് കാണും. അതാ വേണ്ടേ. അല്ലെങ്കിൽ ബജറ്റിൽ പണമില്ല എന്ന് പറഞ്ഞ് 1 വർഷത്തേക്ക് അവധി ചോദിക്കാമല്ലോ. പക്ഷെ ചിലരെ പരിഗണിക്കുന്നു, ചിലരെ പരിഗണിക്കുന്നില്ല, അല്ലെ? അതാണ് ഏറ്റവും വലിയ സങ്കടകരം. തന്റെ ഇഷ്ടക്കാർക്കൊക്കെ സ്മാരകം നിർമ്മിക്കാൻ ഇത് അപ്പന്റെ വകയൊന്നും അല്ലല്ലോ എടുത്തോണ്ട് വന്ന് കൊടുക്കാന്, ആണോ? തന്നെ ഇത് സർക്കാർ, ഇത് പൊതുജനങ്ങളുടെ പൊതുജനങ്ങളുടെ മുതലെടുത്ത് കൊടുക്കുമ്പോൾ പൊതുജനങ്ങൾക്ക് തുല്യമായിട്ട് കൊടുക്കണം. പൊതുജനങ്ങളുടെ മുതലെടുത്ത് കൊടുക്കുമ്പോൾ പൊതുജനങ്ങൾക്ക് തുല്യം. എന്തേ? മുമ്പൊക്കെ NSSന് ഒരു ഭയം ഉണ്ടായിരുന്നു, ഏത് സർക്കാർ വന്നാലും. ഓർമ്മയുണ്ടോ? എങ്ങനെയാണ് VS ശിവകുമാർ എങ്ങനെയാണ് അന്ന് കഴിഞ്ഞ സർക്കാരിൽ, കഴിഞ്ഞ UDF സർക്കാരിൽ മന്ത്രിയായതെന്ന്? അദ്ദേഹം നേരെ ജയിച്ച ഉടനെ കാർ എടുത്ത് പെരുന്നയിലേക്ക് ചെല്ലുകയായിരുന്നു. അപ്പൊ പെരുന്നയിൽ നിന്ന് തിരിച്ച് ഫോൺ വരുന്നു, ശിവകുമാർ തന്നെയാണ് മന്ത്രി എന്ന്, അല്ലേ? അങ്ങനെ അത്തരം ഡിസിസീവ് പവർ ഉണ്ടായിരുന്ന ഒരു പൊസിഷനായിരുന്നു. ഉമ്മൻചാണ്ടിയുടെയൊക്കെ കാലഘട്ടം വരെ അവർ പലതും പണ്ട് കാലം തൊട്ട് അവരിത് കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് നായർ കൃഷി. ഞാൻ മുമ്പേ പറഞ്ഞില്ലേ, അത് ഇപ്പൊ തിരുവനന്തപുരം രാധാകൃഷ്ണൻ മാത്രമേ ഉള്ളൂ അതിനകത്തുള്ളൂ. പിന്നെ രമേശ് ചെന്നിത്തല ഇരിപ്പുണ്ട്. അപ്പൊ അവരിപ്പണ്ട് പുതിയ കാലഘട്ടം ഇത്. അപ്പൊ സതീശനെ സംബന്ധിച്ച് സതീശൻ അതിന്റെ ഭാഗമായിട്ട് വന്ന ഒരാളല്ല. സതീശൻ സ്വന്തം കാലിൽ നിന്ന് വളർന്നു വന്ന ആളാണ്. അപ്പൊ സതീശൻ ആ തന്റെ ഇടം കാണിക്കും പല കാര്യത്തിലും. അതിനെ കവർ ചെയ്യണമായിരുന്നു. ഇപ്പുറത്ത് ശക്തമായിരിക്കണം. അതിന് NSSന് ശക്തി എവിടെയാ ഇപ്പം? പറയൂ. NSS പറഞ്ഞാൽ കേൾക്കുന്ന ഏതെങ്കിലും കാര്യമോ വേണ്ട. അദ്ദേഹത്തിന്റെ ഡയറക്ടർ പോലും ഇരിക്കുന്ന ആളുകളെ കൊണ്ട് അദ്ദേഹത്തിന് പറയുന്ന പാർട്ടിക്ക് വോട്ട് ചെയ്യിക്കാമോ? വേണ്ട. അദ്ദേഹം ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എന്താ പറഞ്ഞേ? ഇടതുപക്ഷ മുന്നണിക്ക് സപ്പോർട്ടായിട്ടുള്ള പമ്പ ശബരിമല പരിപാടി മുതൽ അദ്ദേഹം ഒരു തീരുമാനം എടുത്തു. പമ്പയിൽ നടത്തിയ സംഗമം മുതൽ എന്താ കേരളത്തിലെ ജനങ്ങൾ, നായന്മാർ ഉൾപ്പെടെയുള്ളവർ തിരിച്ചടിച്ചില്ലേ? മാർക്സിസ്റ്റ് പാർട്ടിയുടെ വിലയിരുത്തൽ കറക്റ്റാണ്. വിമോചന സമരം അല്ലേ ഇവിടെ നടന്നത്? മുഴുവൻ സമുദായങ്ങളോട് ഒറ്റക്കെട്ടായിട്ട് അടിച്ചിറക്കി കളഞ്ഞില്ലേ? ഞാനിത് വിഷയം വിട്ടുപോകുമല്ല, ഞാൻ പറഞ്ഞു വന്നത് നമ്മളൊരു കാര്യം. അയ്യപ്പ സംഗമത്തിൽ പങ്കെടുത്ത സമുദായങ്ങളും ചവിട്ടിക്കളഞ്ഞു, പങ്കെടുക്കാതെ മാറി നിന്ന് പിന്തുണച്ചവരും ചവിട്ടിക്കളഞ്ഞു.
അപ്പൊ അതിനകത്ത് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എല്ലാ കാലത്തും എല്ലാ ജനങ്ങളെയും പറ്റിക്കാൻ പറ്റത്തില്ലല്ലോ രാജേഷേ. ജനങ്ങൾ തന്നെയല്ലേ ഇതിന്റെ അവസാന അവകാശം. സതീശന് ഇപ്പൊ എടുത്തിട്ടുള്ള നിലപാട്, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അദ്ദേഹം എടുത്തിട്ടുള്ള നിലപാട്, അദ്ദേഹം നമുക്ക് വെച്ചുകൊണ്ടൊന്ന് ഓപ്പൺ ആയിട്ട് പറഞ്ഞാല്, നിങ്ങൾ അതായത് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹത്തെ നഖശികാന്തം എതിർത്ത ആളാണ്. അദ്ദേഹത്തിന് ഇപ്പം ചിലപ്പോ അവര് ഈ നിലയിൽ ട്രീറ്റ് ചെയ്യുന്നില്ല. പക്ഷെ അദ്ദേഹം അവരൊരു നിലപാടെടുത്തു, ആ സമുദായത്തെ കൂടെ നിർത്തണം എന്നുള്ളൊരു തന്ത്രപൂർവമായ നിലപാടാണ് അവർ ബഡ്ജറ്റിൽ കാണിച്ചിട്ടുള്ളത്. അത് രാജേഷിന് മനസ്സിലായി കാണും ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. തീർച്ചയായിട്ടും മൂന്ന് കാര്യങ്ങൾ അവർ സുപ്രധാനമായ ഒരു തീരുമാനം എടുത്തു. കാരണം ഒരൊറ്റ ഈഴവ സമുദായാംഗവും അവർക്കെതിരെ പ്രതികരിക്കാത്ത രീതിയിലുള്ള ഒരു തീരുമാനം എടുത്തു. അറ്റ് ദ സെയിം ടൈം അവർ നായർ സമുദായത്തെ അവഗണിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ അവിടെ 5 ഇരിപ്പുണ്ട്, ഇതിന്റെ പേരിലുള്ള കാര്യം ഞങ്ങൾക്ക് തന്നാ മതി എന്നും പറഞ്ഞു. ഇത് തന്നെ പണ്ട് സുകുമാരൻ നായരും പറയുന്നത്, നായന്മാർക്കുള്ളത് ഞങ്ങൾക്ക് തന്നാ മതി, ബാക്കി കാര്യം ഞങ്ങൾ നോക്കിക്കോളാം. ഇപ്പൊ അയാൾക്കില്ലാതായി, ബാക്കിയുള്ളവർ വീതിച്ചെടുത്തോണ്ടിരിക്കുക. ഇത്രയേ ഉള്ളൂ കാര്യം. ഇപ്പൊ കാര്യം മനസ്സിലായോ? പണ്ട് അവരെല്ലാം കൂടെ കൂടിയിരുന്നിട്ട് പറയും, ഇതിന്റെ അട്ടിക്ക് വകയില്ലാത്ത ആ നായന്മാർക്കുള്ളത് ഇനി ഞങ്ങൾക്ക് തന്നേക്കാൻ. ഇപ്പൊ അവർ 5 പേരൂടെ അത് എടുത്തിട്ട് പറഞ്ഞ് നായന്മാരുടെ കാര്യം ഞങ്ങൾ 5 പേരൂടെ നോക്കിക്കോളാം. ഏതാ ഈ ഒരു കാര്യം ചോദിക്കട്ടെ, എന്നെങ്കിലും ഈ എച്ചില് നക്കി അഷ്ടിക്ക് വകയില്ലാത്ത കൂട്ടങ്ങൾ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പദപ്രയോഗങ്ങൾ ഇല്ലാതാക്കാൻ പറ്റുമോ നമുക്ക് സമുദായത്തിന്? തീർച്ചയായും അല്ലേ. അതിനെപ്പറ്റി നമ്മൾ വേറൊരു ചർച്ച യഥാർത്ഥത്തിൽ സംഘടിപ്പിക്കും. കാരണം നമ്മുടെ ഇന്ത്യൻ ഭരണഘടന അനുസരിച്ചിട്ട് എല്ലാവർക്കും തുല്യ നീതിയാണ് കൊടുക്കേണ്ടത്. ഇവിടെ ജാതിക്കും മതത്തിനും ഒന്നും ഒരു പരിഗണന കൊടുക്കാൻ ഒരു ഭരണഘടനയും പറഞ്ഞില്ല. എന്റെ മുന്നിൽ അതും ഇരിപ്പുണ്ട്, ഭരണഘടനയുടെ പുസ്തകം എന്റെ അടുത്ത് ഇരിപ്പുണ്ട്. ഒരു ആർട്ടിക്കിളിലും പറഞ്ഞിട്ടില്ല, 14 പറഞ്ഞിട്ടില്ല, 15 പറഞ്ഞിട്ടില്ല, 16. ഉള്ളി ക്ലാസ് എന്നാണ് പറഞ്ഞേക്കുന്നത്, വിഭാഗം എന്നാണ് പറയുന്നത്. ആരാണോ ഇല്ലാത്തത് ആ വിഭാഗം എന്നാണ് പറയുന്നത്. അതിന് ജാതി പറഞ്ഞിട്ടില്ല, മതം പറഞ്ഞിട്ടില്ല. പക്ഷെ നിർഭാഗ്യവശാൽ നമ്മുടെ ഈ അഭിനവ രാഷ്ട്രീയക്കാർ, ഞാനിപ്പോ ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്താണെന്ന് ചോദിച്ചാൽ, 5 കുട്ടികളെ ക്ലാസ്സിൽ കയറി ചെന്നാൽ രാവിലെ അധ്യാപിക ചോദിക്കുവാണ് നിന്റെ ജാതി ഏതാന്ന്, നിന്റെ മതം ഏതാന്ന്. അപ്പൊ തുടങ്ങുവാണ് അവിടെ തൊട്ട് ഡിവിഷൻ തുടങ്ങുവാണ്. മറ്റേ 5 കുഞ്ഞുങ്ങള് അവര് ജാതി മതമൊന്നുമില്ല, കളിച്ച് ചിരിച്ച് ക്ലാസ്സിലോട്ട് കയറി ചെല്ലുവാണ്. സർക്കാരിന്റെ പുതിയ നയമല്ലേ 2000 ജാതിരഹിത സമൂഹം. എന്തൊക്കെയാ നമ്മുടെ ഗോവിന്ദന്മാർ അടിച്ചുവിടുന്ന ന്യായം കേട്ടാല്, ഗോവിന്ദ റിയാസ് പിണറായിമാർ അടിച്ചുവിടുന്ന ന്യായം കേട്ടാൽ എന്താ? ജാതിരഹിത സമുദായം. എന്ത് ജാതി? ക്ലാസ്സിൽ കയറി ചെല്ലുമ്പോൾ 1ാം ക്ലാസ്സിലെ കുട്ടിയോട് ഇപ്പൊ LKG തൊട്ട് ചോദിക്കുന്നത് വാട്ട് ഈസ് യുവർ കാസ്റ്റ്, വാട്ട് ഈസ് യുവർ റിലിജിയൻ. അപ്പോഴാണ് കുഞ്ഞുങ്ങൾ ഞെട്ടിപ്പോയത്, ഇങ്ങനൊരു സംരംഭം ഉണ്ടോന്ന്. ശരി, നീ ഏത് ജാതിയാണ്? നിനക്ക് ഇത്ര ശതമാനം. നീ ഏത് ജാതിയാ? നിനക്ക് ഇത്ര ശതമാനം. നീ ഏത് മതമാ? നീ ഏത് മതം? നിനക്കൊന്നുമില്ല, വീട്ടിൽ പോയിക്കോളാനും. എവിടെ എന്തോ രാജേഷ് ഈ പറയുന്നത്? ഇതൊക്കെ നമ്മൾ ചർച്ച ചെയ്യുന്ന നമുക്ക് മാനക്കേടാണ്. 1947 സ്വാതന്ത്ര്യം കിട്ടി, 50 ഭരണഘടന നിലവിൽ വന്നു. ആ ഭരണഘടനയെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞേക്കുന്നു, ഒരാളിന്റെ പോലും കാര്യത്തിൽ ജാതിയോ മതമോ ഒന്നും ഒരു വിവേചനവും ഉണ്ടാകാൻ പാടില്ലെന്ന് 14 വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നു. ആർട്ടിക്കിൾ 14. അതിനെയൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് നമ്മള് ഇന്ന് വിളിച്ചത്. അപ്പൊ അതിനകത്ത് അത് ഫൈറ്റ് ചെയ്യാനോ ആ തുല്യത നേടിയെടുക്കാനോ ഒന്നും ശ്രമിക്കാതെ ആരോ ഉണ്ടാക്കി കൊടുത്ത കുറച്ച് സ്കൂളും കോളേജും ഉണ്ട്. അവിടെ എയ്ഡഡ് കോളേജ് ആയതുകൊണ്ട് കാശ് മേടിച്ച് അത് മേടിച്ചുകൊണ്ട് രാവിലെ ഫോട്ടോ എടുത്തു കൊടുത്ത് പത്രപ്രസ്താവന നടത്തി നടക്കുന്ന ഒരു വിഭാഗമായിട്ട് ഈ വിഭാഗം മാറി. നായർ സമുദായത്തിന് തൽക്കാലം ഇവരെ കൊണ്ട് രക്ഷപ്പെടുത്തിയെടുക്കാൻ സാധിക്കത്തില്ല. ഇയാൾ തൽക്കാലം മാറിയാലും ഇയാളുടെ കൂടെ വരുന്ന ആളുകളെ ഇയാളെക്കാട്ടി വില്ലന്മാരായിട്ട് വർഷങ്ങളായിട്ട് ഇതിനെ തിന്നുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് ഒരു പുതിയ ചിന്താഗതി ഉയർന്നു വരുന്നത് ആവശ്യമാണ്. ഞാനും അപ്പനും സുഭദ്രയും എന്നല്ലേ ഇപ്പൊ അവിടെ നമ്മുടെ പെരുന്ന ആസ്ഥാനത്ത് തന്നെയുള്ളു. അതായത് അദ്ദേഹത്തിന്റെ മകൻ, മരുമകൾ, ബന്ധുക്കൾ, അങ്ങനെ സഹോദരൻ, അങ്ങനെ എല്ലാം ഒരു കുടുംബത്തോടെ അല്ലേ അപ്പൊ അവിടെ ജോലി ചെയ്യുന്നത്, NSS കരയോ ആസ്ഥാനങ്ങളിലും അനുബന്ധ സ്ഥാപനങ്ങളിലും ഒക്കെ. അപ്പൊ അങ്ങനെയുള്ളൊരു സമുദായം എങ്ങനെ രക്ഷപ്പെടുമെന്ന്, എന്തെങ്കിലും ഒരു തരിയെങ്കിലും രക്ഷപ്പെടുമെന്ന് കരുതുന്നുണ്ടോ? അല്ല, അവരെ ബേസ് ചെയ്ത് പോകരുത്. നായർ സമുദായം 10-50 ലക്ഷം ആൾക്കാരുണ്ട്. ഞങ്ങൾ അതിനുള്ള ഉദ്യമത്തിലാണ്. അവർ ഒറ്റക്കെട്ടായിട്ട് ചിന്തിക്കണം. നമുക്ക് പടുത്തുയർത്താൻ സാധിക്കും. 100 കൊല്ലം മുമ്പ് ഉണ്ടാക്കി വെച്ചിട്ടുള്ള അസറ്റ് അല്ലാതെ 101 രൂപയുടെ അസറ്റ് കൂടി ഇല്ലല്ലോ. ഇപ്പൊ ഇന്നിപ്പോ ബഡ്ജറ്റ് ആയിരിക്കും, നല്ല രസമായിരിക്കും. കഴിഞ്ഞ വർഷത്തേനെക്കാട്ടി 1 കോടി രൂപയോ 2 കോടി രൂപയും കൂടെ നീട്ടി ഒരു ബഡ്ജറ്റ്. എന്താ ബഡ്ജറ്റ്? വാട്ട് ഈസ് യുവർ ഇൻകം എന്ന് വെച്ചാൽ അത്യാവശ്യം ഇൻകം. റബ്ബർ വെട്ടുന്ന അത്യാവശ്യം, ഈ റബ്ബർ ഇങ്ങനെ വളർന്ന് തന്നെ പോയിക്കോളൂ, അതിന് പ്രത്യേകിച്ച് വളമൊന്നും ഇടേണ്ട കാര്യമില്ല. കുറച്ച് തേങ്ങ കാണും. പിന്നെ വേറൊരു കൃഷിയുണ്ട്, എയ്ഡഡ് വിദ്യാഭ്യാസ മേഖലയിൽ നടക്കുന്ന കൃഷി. സർക്കാർ ശമ്പളം കൊടുത്തോളും, ഇതിന്റെ കാശ് അപ്പോയിന്റ്മെന്റിന്റെ അവിടെ 3-4 തട്ടായിട്ട് വാങ്ങിച്ചോളും.
കരയോഗത്തിൽ നിന്ന് പറഞ്ഞ് അതിന്റെ വിഹിതം വാങ്ങിക്കും, താലൂക്ക് യൂണിയൻ എന്ന് പറഞ്ഞ് അതിന്റെ ഒരു വിഹിതം വാങ്ങിക്കും, പിന്നെ സുകുമാരൻ നായരുടെ ഒരു വിഹിതവും വാങ്ങിക്കും. ഈ വിഹിതം വാങ്ങിച്ചുകൊണ്ട് സർക്കാർ ശമ്പളവും കൊടുത്തോളൂ. ഇതാണ് സർക്കാരുമായിട്ട് ഒരു അഡ്ജസ്റ്റ്മെന്റിൽ ഇത്രയും നാൾ പോയിക്കൊണ്ടിരുന്നതിന്റെ കാരണം. എയ്ഡഡ് വിദ്യാഭ്യാസം ഇതര സമുദായങ്ങൾ അങ്ങനല്ല. ശ്രീ രാജേഷിന്റെ ശ്രദ്ധയിലേക്ക് ഞാൻ ഒരു കാര്യം പെടുത്താം. കഴിഞ്ഞ 10, 30, 40 വർഷമായിട്ട് അൺഎയ്ഡഡ് വിദ്യാഭ്യാസ മേഖലയിലും അല്ലാത്തടത്തും ഇവിടുത്തെ ഇതര സമുദായങ്ങൾ, മുസ്ലിം സമുദായം, ക്രിസ്ത്യൻ സമുദായം, ഈഴവ സമുദായം ഒക്കെ അഭൂതപൂർവമായ വളർച്ച ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ കൂടെ. ഇവരെന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇവരുടെ നിലവിലുള്ള ഓഡിറ്റ് നിങ്ങൾ നോക്കൂ. 5 ലക്ഷം രൂപ ഒരു ആനയും കൊടുത്തതാണ് കരുവാറ്റ സ്കൂളിന്റെ ഉടമസ്ഥ സമുദായത്തിൽ കുറിപ്പ്. അരിപ്പാടി തൊട്ടപ്പുറം റോഡ് സൈഡിൽ നിന്ന് ഇടിഞ്ഞ് പൊളിഞ്ഞ് വീഴാറായി നിൽക്കുന്ന, കഴിഞ്ഞ ആഴ്ച അവിടുത്തെ പഠിപ്പിച്ചിരുന്ന ഒരു അധ്യാപകൻ ഇവിടെ വന്നു എന്നെ കാണാനായിട്ട്, എന്റെ ഓഫീസിൽ വന്നു. അദ്ദേഹം വളരെ ദയനീയമായിട്ട് പറഞ്ഞു, അന്നത്തെ കാലത്ത് 100 കൊല്ലം മുമ്പ് 5 ലക്ഷം രൂപയും സ്ഥലവും ആനയും കൊടുത്തു സ്കൂൾ ഉണ്ടാക്കി. അവിടുത്തെ സ്ഥിതി എന്താ നോക്കൂ. നിങ്ങൾ NH കൂടെ പോകുമ്പോൾ നിങ്ങൾക്ക് കാണാം. എന്നിട്ട് ഈ വീരവാദം അടിച്ചുകൊണ്ട് നടക്കുക എന്നുള്ളതല്ല വല്ല കഥയുണ്ട്. പിന്നെ ഞങ്ങളെടുത്തേക്കുള്ള ഒരു സ്റ്റാൻഡ് എന്താന്ന് ചോദിച്ചാല്, ഇതും പറഞ്ഞുകൊണ്ട് നടന്ന് രാവിലെ തെറി വിളിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു നയമല്ല. നിങ്ങളെ പോലുള്ള ആരെങ്കിലും ഇന്റർവ്യൂ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ പറയും, അല്ലെങ്കിൽ ഞങ്ങൾ ഞങ്ങളുടെ അഭിപ്രായങ്ങൾ പറയും. പക്ഷെ ഞങ്ങൾ നോക്കുന്നത് ഒരു പുതിയ തലമുറയെ സൃഷ്ടിച്ചെടുക്കാൻ പറ്റുമോ അതിനുള്ള പ്രവർത്തന പദ്ധതികളുമായിട്ടാണ് നായർ ഐക്യവേദിയും അതുപോലെ തന്നെ ഞാൻ ആരംഭത്തിൽ തന്നെ ഉണ്ടായിരുന്ന സമസ്ത നായർ സമാജവും ഒക്കെ ഞങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത്. അവസാനമായിട്ടൊരു കാര്യം ചോദിച്ചോട്ടെ. മുമ്പ് ഒരു 10-15 വർഷം മുമ്പാണ് ഒരു UDF സർക്കാരിന്റെ കാര്യത്തിൽ ബജറ്റിൽ NSSന് ഒരു മെഡിക്കൽ കോളേജ് വാഗ്ദാനം ചെയ്തിരുന്നു കോട്ടയത്ത്, പ്രത്യേകിച്ച് ചങ്ങനാശ്ശേരി അവിടെ. അപ്പൊ ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞ് തലയിൽ കൈവച്ചങ്ങ് ഒഴിയുകയായിരുന്നു. ഇനി അങ്ങനെ ഒരു അവസ്ഥ വന്നാൽ അത് ധൈര്യപൂർവ്വം ഏറ്റെടുക്കാൻ നായർ ഈ വേദി ഉണ്ടാകുമോ? 1000 പെട്ട ഞങ്ങൾ പ്രാരംഭ പ്രവർത്തനങ്ങൾ പലതിന്റെ ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോഴ് ഞങ്ങൾക്ക് ഇപ്പൊ 3-4 ഞങ്ങളുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ആലപ്പുഴ ജില്ലയിലെ വള്ളികുന്നത്താണ്. ഇവിടെ ചട്ടമ്പിസ്വാമിയുടെ ലോകത്തെ ഏറ്റവും വലിയ സ്റ്റാച്യു 40 അടി ഉയരത്തിലുള്ള 3-4 ഏക്കർ സ്ഥലം ഞങ്ങൾ അക്വയർ ചെയ്തു. ഞങ്ങൾ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ട് തന്നെ ഞങ്ങൾ 10-17 വർഷമായിട്ട് പല പേരിൽ പ്രവർത്തിച്ചു വന്നുള്ളൂ. ഇപ്പൊ ഐക്യവേദി ഫോം ചെയ്യാനുണ്ടായ കാര്യം സുകുമാരൻ നായരാണ്. കാരണം ഞങ്ങൾ നോക്കിയ ഈ പമ്പ സംഗമത്തിന് ശേഷം നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, സകല കരയോഗങ്ങളുടെ മുമ്പിൽ ഒരു ബോർഡ് എഴുതി വെച്ച്, എടാ സുകുമാര ഇറങ്ങിപ്പോടാന്ന് പറയും. ഞങ്ങളല്ല NSS കരയോഗക്കാരൻ കട്ടപ്പ അകിമ്പപ്പ. ഞാൻ നോക്കിയപ്പോ ഇങ്ങനെ പറയുന്ന ആളുകളെ നമ്മൾ എന്ത് ചെയ്യും? അവരെ നമുക്ക് ഒരുമിച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ നായർ ഐക്യവേദി എന്ന് പറയുന്ന ഒരു ഫൗണ്ടേഷൻ രജിസ്റ്റർ ചെയ്തത്. കമ്മ്യൂണിസ്റ്റ് ആക്ട് പ്രകാരം തന്നെയാണ് അതിന്റെ നടപടികളും കാര്യങ്ങളും എല്ലാം നടക്കുന്നത്. അപ്പൊ അതിനുവേണ്ടി ഞങ്ങൾ അടുത്ത ഒരു 3-4 വർഷം 5 വർഷത്തിനകം വെച്ച് തന്നെ കേരളത്തിൽ ഒരു വലിയ മാറ്റം തന്നെ ഉണ്ടായിരിക്കും. അതിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ സ്ഥാപനങ്ങൾ തുടങ്ങുന്നതിന്റെയൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ 1-2 ഞാനതൊന്നും ഇപ്പൊ ഈ വീഡിയോയിൽ ഇപ്പൊ തൽക്കാലം പറയുന്നില്ല, കാരണം പറഞ്ഞു വരത്തുമല്ലല്ലോ വേണ്ടത്, നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ളത്. അത് ഇന്റർനാഷണൽ ആയിട്ട് അതിന്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അതുകൊണ്ടല്ലേ ഞാൻ രാജേഷിനോട് ആധികാരികമായിട്ട് തന്നെ പറഞ്ഞു. പിന്നെ മെഡിക്കൽ കോളേജിന്റെ കാര്യം പറഞ്ഞത്, NSS അന്ന് ക്ലാസ് എടുത്തിട്ടുണ്ട് കരയോഗക്കാർക്ക്. മെഡിക്കൽ കോളേജ് തുടങ്ങിയ നഷ്ടം വരുന്നത് നോക്ക്. ഞങ്ങളുടെ ഇവിടുത്തെ ചാക്കച്ചവടം ചെയ്യുന്ന തൊഴിലാളി അല്ല ഞങ്ങളുടെ കൊല്ലത്ത് ചാക്കച്ചവടമൊക്കെ ചെയ്യുന്ന തോൽക്കച്ചവടമൊക്കെ ചെയ്യുന്നവർക്ക് 2 മെഡിക്കൽ കോളേജുണ്ട്. അവര് സിമ്പിളായിട്ടാണ് ഇത് തുടങ്ങിയത്. 1000കണക്കിന് ഏക്കർ ഭൂമിയുള്ള, ഞാൻ ഇപ്പോഴും അഭിമാനത്തോടുകൂടി പറയുകയാണ്, 1000കണക്കിന് ഏക്കർ ഭൂമിയുള്ള ഒരു സംഘടനയായ NSS. മന്നത്ത് പത്മനാഭ സാഹിത്യ അതിന്റെ ഒരു കോണില് എവിടെയെങ്കിലും തുടങ്ങിയാലും മതി. ഓരോ ജില്ലയിൽ ഓരോ മെഡിക്കൽ കോളേജ് തുടങ്ങാനുള്ള എല്ലാ റിസോഴ്സസും NSSനുണ്ട്. NSS മീൻസ് നായർ സമുദായത്തിനുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. NSS അതിന് നേതൃത്വം കൊടുക്കണമായിരുന്നു. നിർഭാഗ്യവശാൽ ഞാൻ ഒരൊറ്റ കാരണം പറഞ്ഞ് നിർത്താം, ഒരു സാമൂഹ്യ പ്രവർത്തകനായിരുന്നില്ല അതിന്റെ ജനറൽ സെക്രട്ടറി ആയിട്ട് ഇപ്പോൾ വന്നത്. അതാണ് കുഴപ്പം. അദ്ദേഹം അവിടുത്തെ ഒരു സാധാ ഉദ്യോഗസ്ഥനായിട്ട് വന്നു, ആ സ്ഥാപനം പിടിച്ചടക്കി തന്റെ കുടുംബത്തിന്റെ പുരോഗതിക്ക് വേണ്ടി അദ്ദേഹം അതിനെ ഉപയോഗിച്ചു. സമുദായത്തിന്റെ പുരോഗതിക്ക് വേണ്ടി അദ്ദേഹം അതിനെ ഉപയോഗിച്ചില്ല എന്നുള്ളതാണ് ഇതിന്റെ പ്രശ്നം. അതാണ് കാര്യം. മന്നത്ത് പത്മനാഭന്റെ കൂടെ അദ്ദേഹത്തിന്റെ ആത്മകഥ വായിച്ചാൽ എത്രയോ, വേലുക്കുട്ടി മേനോൻ തുടങ്ങി എത്രയോ പേരുടെ കഥയാണ് അദ്ദേഹം എഴുതി വെച്ചിരിക്കുന്നത്. അദ്ദേഹത്തിനോട് രാപകൽ നടന്ന് പ്രവർത്തിച്ചിട്ടുള്ള ആൾക്കാർ. അങ്ങനെ ആരെങ്കിലും ഇന്ന് NSSലുണ്ടോ? എനിക്കറിയാവുന്ന ഒരു താലൂക്ക് യൂണിയൻ നേതാവുണ്ട്. എന്താണ് അവിടെ അദ്ദേഹം 3 വാങ്ങിക്കാമെന്ന് പറയുമ്പോൾ ഇദ്ദേഹം 5 വാങ്ങിച്ചു. അപ്പൊ ആ നിലയ്ക്കാണ് അവരുടെ പ്രവർത്തനം. ഇവരുടെ ആരുടെ ഒരു പൈസയും അതിനകത്തില്ല. അതുകൊണ്ട് NSSന് വളരെ സങ്കടകരമാണ്. പന്തളത്ത് മന്നം ഇത് മെഡിക്കൽ മിഷൻ ഉണ്ടായിരുന്നു, ചങ്ങനാശ്ശേരി ഇതുണ്ടായിരുന്നു. എവിടെ വേണമെങ്കിലും തുടങ്ങാം. NSS വിചാരിച്ചാൽ ഇന്നും വേണമെങ്കിൽ തുടങ്ങാം. പക്ഷെ അതിന് നമ്മുടെ നാടൻ ഭാഷയെ പറഞ്ഞാൽ മന്നത്ത് പത്മനാഭനെ പോലെയൊക്കെയുള്ള ആംബിയറുള്ള
ഞങ്ങളുടെ അച്ഛന്റെ ഭാഷയിൽ പറഞ്ഞ ആരൂഢത്തിൽ പറഞ്ഞ നല്ല നായന്മാരൊക്കെ വേണം. അങ്ങനെ ഒരു വാക്കുണ്ട് പണ്ട് നായന്മാർ ഉപയോഗിക്കുന്നത്, കേട്ടിട്ടുണ്ടോ രാജേഷ്? അങ്ങനെ ആരൂഢത്തിൽ പറക്കുന്ന. മനസ്സിലായി. അപ്പൊ ആരൂഢത്തിൽ പറഞ്ഞ നായന്മാർ NSS ഉണ്ടെങ്കിൽ മെഡിക്കൽ കോളേജ് ഉള്ളത്, അല്ലെങ്കിൽ വേറെ നായന്മാർ ആരൂഢത്തിൽ പറഞ്ഞവരും ഉള്ളത്. എന്നുവെച്ചാൽ കടുപ്പിച്ചു തന്നെ പറയുക, വേറെ അർത്ഥത്തിലൊന്നും അല്ല, ആരെങ്കിലും മോശമാക്കാനൊന്നും അല്ല. ഈ അച്ചയിലിട്ടാൽ അതുമാതിരി ഒന്ന് ജീവിക്കുന്നതിന്റെ അല്ല അതല്ലേ നല്ലത്. തീർച്ചയായിട്ടും ഞങ്ങൾ എന്തായാലും മുന്നോട്ട് രാജേഷ്, വരും ഇന്റർവ്യൂകളിലൊക്കെ നിങ്ങൾക്കത് മനസ്സിലാകും. ഞങ്ങൾ എന്തായാലും പുറകോട്ട് വയ്ക്കാൻ ഉദ്ദേശിക്കുന്നില്ല, മുന്നോട്ട് തന്നെ പോകും. എന്തായാലും ഗവൺമെന്റ് നമ്മളോട് ഈ സമുദായത്തെ അവഗണിക്കാതിരിക്കാൻ അവർ ശ്രദ്ധിക്കട്ടെ എന്ന് മാത്രം നമുക്ക് പറഞ്ഞ് തൽക്കാലം അവസാനിപ്പിക്കാം, അല്ലേ? അതെ, എന്തായാലും താങ്കളുടെ നേതൃത്വത്തിലുള്ള ആ ഒരു ഉദ്യമം ഒരു സമുദായത്തിന്റെ മൊത്തം വിശ്വാസം നേടിയെടുത്തുകൊണ്ടുള്ള ഒരു അന്താരാഷ്ട്ര തലത്തിൽ തന്നെ അത് ശക്തി പ്രാപിക്കട്ടെ എന്ന് ആശംസിക്കുന്നത്. നമുക്ക് വീണ്ടും കാണാം. ശരി രാജേഷ്, വളരെ സന്തോഷം.